ഒന്നും മിണ്ടാണ്ടിരിക്കും. എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരേ ശബ്ദങ്ങൾ വരും. നമ്മളിപ്പോൾ പോകുന്നത് പൂയത്തിനാണ്. പുതൂർക്കര പൂയത്തിന് പോകണം. പിന്നെ നമ്മുടെ കുറുക്കഞ്ചേരി പൂയം ഫേമസ് ആണല്ലോ. ചിലപ്പോൾ കുറുക്കഞ്ചേരി പൂയം എന്താണെന്നറിയാത്തവരൊക്കെ ഉണ്ടാവും. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടാസ്വദിക്കി. ഓക്കെ, പോയിട്ട് വരട്ടെ കേട്ടോ. വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ പുതൂർക്കരയിലത്തെ സുബ്രഹ്മണ്യൻ്റെ അമ്പലം. ഇവിടെയാണ് എല്ലാ കാവടിയും വന്ന് അവസാനിക്കാറ്. അപ്പോൾ ഞാൻ ചമ്മീൻ മനസ്സിലായി. എൻ്റെ ഈ വോയിസ് ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അത് കേട്ടില്ല. അപ്പോൾ ഞാൻ വേഗം മാസ്ക്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടുത്തെ പുതൂർക്കര പൂയാണ് കേട്ടോ കണ്ടത്. നമ്മൾ ഇനി കുറുക്കഞ്ചേരി പൂയത്തിന് പോവാണ്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി തിരിച്ച് വന്നിട്ട് വീണ്ടും എനിക്ക് എടുക്കണം. ഓക്കെ, അവിടുത്തെ പോയി കാണാം. കുറുക്കഞ്ചേരിയിൽ ഇനി എന്താ വിശേഷങ്ങൾ പോയി കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഫസ്റ്റ് പന്തൽ. നമ്മുടെ കുറുക്കഞ്ചേരിയിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെയുള്ള പന്തൽ ഇതാണേ. പന്തലൊക്കെ കൊള്ളാം, പക്ഷെ തിരക്ക് ഒന്നൊന്നര തിരക്കായിരുന്നു. അവിടേക്ക് എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മാക്സിമം ഞാൻ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, അത് കാരണം കൈയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ, ഈ കാണാത്തവർക്ക് കാണിച്ചു തരണമല്ലോ പൂയം എന്താണെന്നും. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ വീഡിയോസ് കാണുന്നവർ. ചിലപ്പോൾ നാട്ടിലില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഓക്കെ, ഇത് വലിയൊരു കാവടിയായിരുന്നു കേട്ടോ. എനിക്ക് കാവടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനായി. ഇത് വന്ന് മേത്തേക്ക് വീഴുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ മുമ്പിൽ തന്നെ വന്ന് നിന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ആ കാവടിയുടെ അടുത്തുള്ള ഷോ, അത് നല്ല രസമുള്ള ഷോ ആയിരുന്നു അവിടെ. ഈ കാവടികളുടെ മുകളിലൊക്കെ വെച്ചിട്ട് ആ ഒരു എന്താ പറയുക, സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ കാവടി പോകണമല്ല. എന്തായാലും മനുഷ്യന് വീഡിയോ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കില്ല. പോകാൻ പാടുണ്ട് അങ്ങനെ. ഞാൻ തളരില്ല രാമൻകുട്ടി വീണ്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ട് വീഡിയോ. എന്താ കളി, ഈ പന്തൽ കഴിഞ്ഞിട്ടാണ് അപ്പുറത്തൊക്കെ വേറെ പന്തലുണ്ട്, അത് കാണാൻ പോരുന്നത്. ഇങ്ങനെ പോകാനായിട്ടാണല്ലോ അവസ്ഥ. അങ്ങനെ ഞാൻ പോയി, പകുതി വരെയെങ്കിലും പോയി ഞാൻ. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോകണിട്ട് നമുക്ക് അവിടെ ഒരു അമ്പലമില്ല, അമ്പലമാണ് കുറുക്കഞ്ചേരി അമ്പലം. അവിടേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഗൈസ്, ഞാൻ അതിസാഹസികമായ അമ്പലത്തിൻ്റെ അവിടെ എത്തി ഗൈസ്. അടുത്തേക്ക് എത്തിയിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പീൽക്കാവടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടേ. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയതല്ലേ, തിക്കും തിരക്കും ഉണ്ടെന്നുള്ളത് കൂടെ ഞാനിവിടെ വീഡിയോ ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 പന്തൽ അവിടെ ഉണ്ടെന്നുള്ളത്. ആ പന്തലാട്ടെ നമുക്ക് ഇവിടുത്തെ പന്തലാണ്ടോ ഹൈലൈറ്റ്. ഒരു ദേശക്കാർ പന്തൽ ആ ഒരു കുറേ സമയം എടുത്തിട്ടാണല്ലോ കെട്ടണത്. ഇവർ കാവടി ആയിരുന്നതാ, കുറേ കഷ്ടപ്പാടിലാണ് അവർ കെട്ടണേട്ടാ. ഇത് നിങ്ങൾ കാണാൻ പോകരുത് അവരുടെ കഷ്ടപ്പാട്.
പിന്നെ എൻ്റെ ഫാൻസ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഫാൻസ് എന്ന് പറഞ്ഞവർ എന്നെ ചിലപ്പോൾ തല്ലിക്കൊല്ലും. ആ ബ്ലാക്ക് എൻ്റെ വലിയമ്മയുടെ മോനും, ആ ബ്ലാക്ക് ചുരിദാർ ഇട്ടത് എൻ്റെ ഈ ചേട്ടൻ്റെ വൈഫും ബാക്കി ചേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ആയിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്തല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ വന്നിട്ടില്ല. പിന്നെ കാവടിയുടെ വീണ്ടും വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ. എന്തുകൊണ്ട് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഒരു മഞ്ഞക്കുള കണ്ടില്ലേ, ആ കുട ഇവിടെ എത്തി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ആ കുട എത്തിയത് സമാധാനം. ശ്രദ്ധിക്കുക, ക്ഷേത്രപ്പാതയിൽ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ കൈവശമുള്ള എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ 20 രൂപ കളഞ്ഞു. ഞാനിത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ച് വാങ്ങിയതാണ്. ഞാൻ വാങ്ങാറുണ്ട്, പക്ഷേ ഇത് 1.5 മുതലായിരുന്നു. ഛർദ്ദിക്കാൻ വന്നിട്ട് എനിക്ക് നമ്മൾ 3 പന്തോണ്ട് 30 രൂപയാണ് കേട്ടോ. ഈ വീഡിയോ നമുക്ക് അറിയുന്നില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ എന്നെ കളിയാക്കരുത്. ഇല്ല ഒരു വട്ടം അങ്ങനെ നമ്മുടെ 30 രൂപ പോയിന്ന് സന്തോഷത്തോടു കൂടി അറിയിക്കുന്നെങ്കിൽ ഓക്കെ ബൈ. ചെയ്യാത്തതിന് എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയ സങ്കടമുണ്ട്. 30 രൂപ വെള്ളത്തിൽ വരച്ച വരയായി. ബൈ. ആൾക്കാരൊക്കെ ഒന്ന് നോക്കി കളിയാക്കി. ഇപ്പുറത്തൊക്കെ ചേട്ടന്മാരൊന്നും നിർന്നിട്ടില്ല കേട്ടോ. ഞാനാ പിന്നെ ഭേദം. ഞാൻ പൊള്ളിച്ചെങ്കിലും ചെയ്താരൊന്നും പൊള്ളിച്ചിട്ടില്ലേ കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് അടി ഉറപ്പാവുന്നു. ആരും നിങ്ങൾ ഈ റിങ്ങിൻ്റെ കളി കളിക്കരുതിട്ടാ. കിട്ടിയവരുണ്ട് ഈ റിങ്ങിൻ്റെ കളി കളിച്ചിട്ട് കിട്ടിയവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണേ. എനിക്ക് കിട്ടാറില്ല. എൻ്റെ 50 രൂപ ആ വഴിക്ക് പോയി. കുറേ പേരുടെ കളി കണ്ട് ഞാൻ കടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ നിങ്ങൾ വിചാരിക്കും അത് അവിടെ വീണാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. ഒരിക്കലും കിട്ടില്ല. കാരണം അവരവിടെ റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റൗണ്ടിൽ കറക്റ്റ് വീഴണം എന്നുള്ളതൊക്കെ. റൗണ്ടിൻ്റെ സൈഡിൽ വീണാലൊന്നും കിട്ടില്ല. എന്താ പിന്നെ ഈ ഗെയിം ഭയങ്കര എളുപ്പമായിരുന്നു തോന്നുന്നില്ല കേട്ടോ. പക്ഷേ 150 രൂപ കളഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒരു ബക്കറ്റ് നേടിയെടുത്തു. എന്നോടെ കളി 30 രൂപയുടെ ബക്കറ്റ്, 150 രൂപ ഇട്ട് 30 രൂപയുടെ ബക്കറ്റ് ഞാൻ എടുത്തു. എളുപ്പമുള്ള കളിയായിരുന്നു. ആ എളുപ്പമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലക്ക് വേണം. ഞാൻ കളിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 2 വട്ടം ഫസ്റ്റത്തിൽ എനിക്ക് കിട്ടിയില്ല, ഒരു 2ൻ്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഞാൻ നേടിയെടുത്തു. എനിക്കത് കിട്ടണമെന്നുള്ള വാശിയായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടന്മാർ 6 5 പറയണ പോലെ എളുപ്പം കൈസ്. എന്നിട്ട് ഞാൻ ബക്കറ്റ് സ്വന്തമാക്കി. ആ 30 രൂപയുടെ ബക്കറ്റ് 150 രൂപ കളഞ്ഞിട്ട്. വല്ലവരും കണ്ടിട്ടുണ്ടാ? എന്നെ കണ്ടോ ഇതുപോലെ കേട്ടാ.
പക്ഷേ ഈ കാവടി കൊണ്ടുവരുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ഇവർക്ക് കണ്ണും കാണില്ലെന്ന് തോന്നുന്നുണ്ട്. അവർ പക്ഷേ പറയാൻ പറ്റില്ല, അവരെ വയ്യാണ്ടൊക്കെ ആവും. എൻ്റെ കൈച്ചേനും പൊട്ടി. അയ്യോ, ആരോട് പറയാം, ആര് കേൾക്കാൻ. സ്വർണ്ണത്തിൻ്റെ അല്ല കേട്ടോ, വേറൊരു കൈച്ചേൻ ഉണ്ടായിരുന്നു, അതാ പോയേ ഗൈസ്. അങ്ങനെ ഞാൻ ചോളൊക്കെ മേടിച്ച് കഴിച്ചോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ കഴിക്കണത്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ അടിയോട് അടിയാൻ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പൂയത്തിനും പൂരത്തിനൊക്കെ ഇങ്ങനെ വേണമല്ലോ, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. പോലീസുകാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. കാറെന്തോ ആ കാവടിയുടെ ഇടയ്ക്ക് കയറിയതാന്ന് തോന്നുന്നുണ്ട്. എന്താ ചെയ്യുക, കുടിച്ചിട്ടേ. ഞാൻ എവിടെയോ കണ്ടു പരിചയം ഈ അറിയില്ലേ, മറ്റേ ബിഗ് ബോസിലൊക്കെ വന്നില്ലേ. പിന്നെ അവിടെ നിന്ന് ഒരു ആന വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആനയ്ക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടല്ലോ, പൂരമുണ്ടല്ലോ. 3 മണി ആ സമയമാകുമ്പോൾ പൂരം തുടങ്ങും. ആന എന്തോ ശബ്ദം ഉണ്ടാക്കിയത് ഞാൻ നൈസായിട്ട് വേഗം പൊക്കോ എന്ന് പറഞ്ഞു. ഇപ്പം ആന ഓടുന്ന സീസണാണല്ലോ. എന്താ അല്ലേ ഓരോരോ വിധി. അപ്പോൾ ഗൈസ്, ഞാനൊരു ബോളിടൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു 150 രൂപ കളഞ്ഞിട്ട് ഞാനൊരു 30 രൂപയുടെ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് സമ്മാനമായിട്ട്. സന്തോഷവതിയാണ് ഞാൻ ഈ കാര്യത്തിൽ. മറ്റേ ബോളിടലിൽ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. പാത്രം തട്ടിടലിൽ കൈ തട്ടിടൂ, അല്ല ഫോൺ തട്ടിടൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ചോളം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എരിവ് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഞാൻ തീർത്തത്. ആൾക്കാർ കാണാണ്ടിരിക്കാൻ ഞാൻ ഇതിനും തലയിൽ കൂടി ഇട്ടിട്ടാണ് ഇത്ര നേരം നടന്നിരുന്നത്, അല്ല കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ കഴിച്ചതിനൊക്കെ പൊട്ടി. എന്ത് കാണിക്കുന്നു ഈ സെക്കൻ. പോട്ടെ കേട്ടോ നീ. ഓക്കെ, ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. അപ്പോൾ അങ്ങനെ പൂയൊക്കെ അവസാനിച്ചു ഗൈസ്. എരിഞ്ഞ് വയ്യാണ്ടായി.